ഈശോയിൽ സ്നേഹമുള്ളവരെ, നാം ഇന്ന് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. നെറ്റിയിൽ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രതീകമായ ചാരം പൂശി നാം ഇന്ന് അനുതാപത്തോടെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട 4 വായനകളും എന്താണ് അനുതാപം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ആദിമാതാപിതാക്കളുടെ പതനത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ പരിപാലനയെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിഞ്ഞിട്ടും ദൈവസാന്നിധ്യത്തിൻ്റെ സമൃദ്ധിയിൽ ജീവിച്ചിട്ടും പ്രലോഭകൻ്റെ പിന്നാലെ പോകുന്ന ആദിമാതാപിതാക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആർക്കും ഒരു താക്കീതും മുന്നറിയിപ്പുമാണ്. രണ്ടാമത്തെ വായനയിൽ യോനപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഒരു ജനത എപ്രകാരമാണ് യഥാർത്ഥ അനുതാപത്തിലേക്ക് മടങ്ങി വന്ന് ദൈവൈക്യം വീണ്ടെടുക്കുന്നതെന്ന്. അവിടെ നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്ന മനോഹരമായ പ്രയോഗമുണ്ട്. നിനിവേയിലെ രാജാവും ജനങ്ങളും ജന്തുജാലങ്ങളും ചാകുടുത്ത് ചാരം പൂശിയെന്ന്. ഉപവാസം, അനുതാപം അത് ഉപവാസവും അനുതാപവും ദൈവത്തിലേക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനുമായിട്ടുള്ള ഒരു ഐക്യത്തിലേക്ക്, ബന്ധത്തിലേക്ക് നയിക്കേണ്ടതാണെന്ന് രണ്ടാമത്തെ വായന നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂന്നാമത്തെ വായനയിൽ റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ എപ്രകാരമാണ് അനുതാപത്തിന് ചേർന്ന ജീവിതം നയിക്കേണ്ടതെന്ന് റോമാക്കാരെ പൗലോസ് ഉത്ബോധിപ്പിക്കുകയാണ്. അത് പരസ്പരം സാഹോദര്യം പുലർത്തിക്കൊണ്ടും ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിന്നുകൊണ്ടും തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും അതിഥി സൽക്കാരത്തിൽ മുന്നിട്ട് നിന്നുകൊണ്ടും ഒക്കെ പ്രകടിപ്പിക്കേണ്ടതാണ്. അനുതാപം എന്നത് കേവലം മാനസികമായ ഒരു വ്യാപാരം മാത്രമല്ല, അത് സാഹോദര്യത്തിലേക്ക് കടന്നു ചെല്ലുന്നതാവണം, സഹോദരങ്ങളെ വീണ്ടെടുക്കുന്നതാവണം, ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്നതാവണം, ഉപവിപ്രവർത്തികളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതാവണം. പ്രിയമുള്ളവരെ, നാലാമത്തെ വായനയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ 2 പുത്രന്മാരുടെ കഥ പറയുകയാണ്. പിതാവിൻ്റെ ഹിതം അനുസരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന മകനും അതിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്ന മകനും. എന്നാൽ അനിഷ്ടം കാണിച്ചവൻ പിന്നീട് പശ്ചാത്തപിച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതായി നാം സുവിശേഷത്തിൽ കാണും. അനുതാപം എന്നത് പിതാവിൻ്റെ ഹിതം നിറവേറ്റാനുള്ള ക്ഷണമാണ്. അത് കേവലം മാനസികമായ തലങ്ങളിൽ ഒതുങ്ങി നിൽക്കാനുള്ളതല്ല, മറിച്ച് അത് പ്രവൃത്തി പദത്തിലേക്ക് രൂപാന്തരപ്പെടണം. ആ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനം ഈശോ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിജാതീയരെ പോലെ, പാപികളെ പോലെ നിങ്ങൾ വിശ്വസിച്ചില്ല. 2, അനുതപിച്ചില്ല. വിശ്വാസത്തിൽ നിന്നാണ് അനുതാപം ഉണ്ടാകേണ്ടത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് ആവശ്യമുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നാണ് ആ പിതാവിനെതിരെ തെറ്റ് ചെയ്തു പോയതിനെക്കുറിച്ച് നാം അനുതപിക്കേണ്ടത്, മാനസാന്തരത്തിൻ്റെ വഴികൾ തേടേണ്ടത്. ഇപ്രകാരം വിശ്വാസത്തിൽ നിന്ന് അനുതാപത്തിലേക്കും, അനുതാപത്തിൽ നിന്ന് സാഹോദര്യത്തിലേക്ക്, ഉപവിപ്രവർത്തികളിലേക്ക്, നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങളുടെ വീണ്ടെടുപ്പുകളിലേക്ക് മടങ്ങി വരുമ്പോഴാണ് നമ്മുടെ അനുതാപം പൂർണ്ണമാവുന്നത്. ദൈവാനുഗ്രഹം നിറഞ്ഞ, നന്മകളാൽ സമൃദ്ധമായ അനുതാപത്തിൻ്റെ ദിനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.